അവസാനമായി മറ്റൊരു വാർത്ത കൂടി സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നു. തിരുവനന്തപുരം കിളിമാനൂരിൽ വാഹനാപകടത്തിൽ ദമ്പതിമാർ മരിച്ച സംഭവത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കിളിമാനൂർ SHO D ജയൻ, SIമാരായ അരുൺ, ഷജീം എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കേസ് കൈകാര്യം ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ച ഉണ്ടായെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വിവരങ്ങളുമായി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഈ അപകടത്തിന് ശേഷം അപകടമുണ്ടാക്കിയ താർ ജീപ്പ് ഓടിച്ച ആളെ കസ്റ്റഡിയിലെടുത്തെങ്കിലും പോലീസ് നിസാര വകുപ്പ് മാത്രം ചുമത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചെന്ന ഗുരുതരമായ ആക്ഷേപം പോലീസ് നേരെ ഉയർന്നതാണ്. ഇതാണോ സസ്പെൻഷന് കാരണമായത്? തീർച്ചയായും കഴിഞ്ഞ 3-ാം തീയതിയാണ് ഈ ആക്സിഡന്റ് സംഭവിക്കുന്നത് കിളിമാനൂരിൽ. തുടക്കം മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഓരോ നീക്കവും ജനങ്ങളിൽ ഒരു അതൃപ്തി ഉണ്ടാകുന്ന രീതിയിലായിരുന്നു. കാരണം ഈ നാട്ടുകാരാണ് അവിടെ ഈ സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ട വാഹനത്തെയും വാഹനം ഓടിച്ചിരുന്ന ആളെയും പോലീസിന് കൈമാറിയത്. വിഷ്ണു എന്ന ആളെയാണ് അന്ന് പോലീസിന് കൈമാറിയത്. എന്നാൽ തീരെ കേസിന്റെ പ്രാധാന്യം പോലും മനസ്സിലാക്കാതെ SHOയുടെ കൂടി അനുമതിയോടുകൂടി ഈ വിഷ്ണു എന്ന ആളിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്ന ഒരു രീതിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് തന്നെ തുടക്കത്തിൽ ഒരു പ്രതിഷേധമുണ്ടായി. മാത്രമല്ല, അന്ന് ഈ സംഭവം നടന്നതിന് ശേഷം പോലീസ് ജാമ്യം കിട്ടുന്ന വകുപ്പ്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസ് എടുത്ത് ചാർജ് ചെയ്തിരുന്നത്. ഈ അംബികയുടെ മരണത്തിന് ശേഷമാണ് ഈ വകുപ്പ് മാറ്റി കൂടുതൽ അതും ഏറെ എതിർപ്പുകൾ ബന്ധുക്കളുടെ ഉൾപ്പെടെ മുകളിലോട്ടുള്ള പരാതികൾ പോയതിനു ശേഷം മാത്രമാണ് ആ കേസിന്റെ വകുപ്പ് മാറ്റാൻ പോലും കിളിമാനൂർ പോലീസ് തയ്യാറാക്കി. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായതെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പ്രതിയെ, വിഷ്ണു എന്ന പ്രതിയെ ഇനിയും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പറയുന്നത് തമിഴ്നാട്ടിലെ ഒളിവിലാണെന്നാണ്. തമിഴ്നാട്ടിൽ ഉൾപ്പെടെ പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നും അറിയുന്നു. ഈ വിഷ്ണുവിനെ രക്ഷപ്പെടാൻ സഹായിച്ച ഒരാൾ ആദർശ് എന്ന വ്യക്തിയെ കിളിമാനൂർ പോലീസ് കഴിഞ്ഞ ദിവസം അതാണ്. കാരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഉണ്ടായ കേസാണ് കിളിമാനൂരിലെ വാഹനാപകടം. ദമ്പതിമാർ മരിച്ച സംഭവമാണ്. മുഖ്യപ്രതി ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ട് ഇയാളെ രക്ഷപ്പെടാൻ സഹായിച്ച ആദർശിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.